കഥയെ ആരംഭിക്കുന്നത് വിയറ്റ്നാമിലെ സൈഗോൺ നഗരത്തിൽ നിന്നുമാണ്. ടോൺ എന്ന പേരുള്ള ഒരു കൊച്ചു പയ്യനെ നമ്മൾ പരിചയപ്പെടുന്നു. ആ നഗരത്തിൽ മറ്റു ചിലരും താമസിക്കുന്നുണ്ട്. അമ്മയായ ഹവ്വിനൊപ്പം താമസിച്ചിരുന്ന ബെല്ലി എന്നൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റായ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഹവ്വിനെ പലർക്കും തീരെ ഇഷ്ടമല്ല. അവിടെ തന്നെ ഭാര്യ തേനിനൊപ്പം ഭക്ഷണം വിറ്റ് ഉപജീവനം നടത്തുന്ന തൂഫു എന്നൊരു വ്യക്തിയുമുണ്ട്. അവരെല്ലാവരും തന്നെ ബാങ് എന്നയാളുടെ കുടുംബാംഗങ്ങളായിരുന്നു. ബാങ് തന്റെ 2 മക്കളായ വാനിനും മുട്ടാറ്റിനുമൊപ്പം സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് ബാങ് തയ്യൽക്കാരിയായ കാംലിയുടെ കടയിൽ പോയി. കാംലിക്ക് ബാങ്ങിനോട് പ്രത്യേക ഒരു ഇഷ്ടം തന്നെയുണ്ട്. അവൾ അദ്ദേഹത്തെ ഊഷ്മളമായി സ്വീകരിക്കുകയും ബ്രേക്ക്ഫാസ്റ്റ് നൽകുകയും ചെയ്തു. പക്ഷേ അത് അദ്ദേഹം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു ഫുട്ബോൾ വന്ന് അദ്ദേഹത്തിന്റെ പ്ലേറ്റിൽ തട്ടി. നേരത്തെ പറഞ്ഞ ടോൺ എന്ന പയ്യനുണ്ടല്ലോ, അവൻ തട്ടിയ പന്തായിരുന്നു അത്. കാംലിയുടെ ഭർത്താവ് അത് കണ്ട് അവനെ തല്ലാനായി പിന്നാലെ ഓടിച്ചു. എന്നാൽ കാംലി അയാളെ തടഞ്ഞു. കാരണം അയാൾ സ്ഥിരമായി ഈ ടോണിനെ തല്ലാറുണ്ടായിരുന്നു. കഥ അവിടെ നിന്നും വാൻ എന്നൊരു ചെറുപ്പക്കാരനിലേക്ക് തിരിയുന്നു. അവനെന്ന് എന്തോ ചെയ്ത് തന്റെ കിടപ്പുമുറി ഒരു സ്വിമ്മിംഗ് പൂളാക്കി മാറ്റിയിരുന്നു. അവൻ ഒരു യൂട്യൂബർ ആണ്. തന്റെ യൂട്യൂബ് സബ്സ്ക്രൈബർമാരുടെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് വിചിത്ര കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്. എന്നാൽ ഇത്തവണ അവന്റെ പ്രവർത്തനം അച്ഛനായ ബാങ്ങിന് അഥവാ ബോസയാങ്ങിന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അന്ന് രാവിലെ വാൻ ഉണ്ടാക്കി വെച്ച അടുക്കുകളൊക്കെ വൃത്തിയാക്കിയ ശേഷം അയൽക്കാർക്ക് ശല്യമുണ്ടാക്കാതെ മാന്യമായി പെരുമാറാൻ ബാങ് അവനോട് ആവശ്യപ്പെട്ടു. തന്റെ തെറ്റിന് പരിഹാരമായി വാൻ അച്ഛനൊരു ബ്രാൻഡഡ് ഷർട്ട് സമ്മാനിച്ചു. എന്നാൽ അതിന്റെ വില കണ്ടും ബാങ് ദേഷ്യപ്പെട്ടു. കാരണം ഈ തുക കാംലിക്ക് കൊടുത്താൽ 2 ഡസൻ വസ്ത്രങ്ങൾ അവൾ തുന്നിത്തരും എന്നായിരുന്നു അയാളുടെ വാദം. പിന്നീട് അന്ന് രാവിലെ താൻ വൻതുക കൊടുത്തു വാങ്ങിയ ഗുച്ചി ഷൂസ് ബാങ് എടുത്ത് കഴുകുന്നത് കണ്ട് വാൻ ഞെട്ടിപ്പോയി. മാത്രമല്ല വാൻ വാങ്ങി വെച്ചിരുന്ന ബ്രാൻഡഡ് പാൻസ് പലയിടത്തായി കീറിപ്പറഞ്ഞിരിക്കുന്നത് കണ്ട് അത് തുന്നി നന്നാക്കാൻ ബാങ് കാംലിയെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഫാഷന്റെ ഭാഗമായി കീറിയ ഡിസൈനുള്ള പാൻസ് അച്ഛൻ തുന്നാൻ കൊടുത്തത് കണ്ട് വാനിന് അക്ഷരാർത്ഥത്തിൽ ഭ്രാന്ത് പിടിച്ചില്ലെന്നേയുള്ളൂ. അന്ന് രാത്രി ബെൻലിക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയത് ആഘോഷിക്കാൻ ഹൗ വീടിന് മുന്നിൽ ഒരു കുടുംബസംഗമം നടത്തി. ആ സമയത്ത് അവിടെത്തിയ ബന്ധുക്കൾ ആളുകൾ വാനിനോട് യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ച് ചോദിച്ചെങ്കിലും അവനതൊന്നും പറയാൻ തയ്യാറായില്ല. തുടർന്ന് കുടുംബാംഗങ്ങൾ അവനെ ബെൻലിയുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങി. ബെൻലിക്ക് നല്ലൊരു കരിയറും വലിയ ശമ്പളവും ഒക്കെയുണ്ട്. വാനാകട്ടെ വെറും ഒരു കണ്ടന്റ് ക്രിയേറ്റർ മാത്രം. പലതരത്തിലുള്ള കുത്തുവാക്കുകളും മറ്റും വാനിനെ തേടിയെത്തി. കുടുംബക്കാരുടെ കുത്തുവാക്കുകൾ സഹിക്കാനാവാതെ വാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്കും പോയി. മകനെ കൃത്യമായി വളർത്താൻ കഴിയാത്തതിന് ഹൗ ബാങ്ങിനെ കുറ്റപ്പെടുത്തുന്നുമുണ്ടായിരുന്നു. ബാങ് ആകട്ടെ അതൊന്നും തീരെ കാര്യമാക്കിയതുമില്ല. അവർ അങ്ങനെ ആ ആഘോഷം ആസ്വദിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് കുവായ് മദ്യപിച്ച് അവിടെ എത്തി. ബാങ്ങിന്റെയും ഹവ്വിന്റെയും തൂഫുവിന്റെയും ഇളയ സഹോദരനായിരുന്നു കുവായ്. ഹൗ തന്നെ പാർട്ടിക്ക് ക്ഷണിക്കാത്തതിൽ കുവായ് പ്രകോപിതനായിരുന്നു. അവനവിടെ ബഹളം വെക്കുകയും മേശപ്പുറത്തിരുന്ന സാധനങ്ങളെടുത്ത് എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു. കുവായ് ഇത്തരത്തിൽ സ്ഥിരം പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് തന്നെയായിരുന്നു സഹോദരി ഹൗ അവനെ ഫംഗ്ഷന് ക്ഷണിക്കാതിരുന്നതും. അന്ന് രാത്രി കാര്യങ്ങൾ കൂടുതൽ വഷളായി. അവർ പരസ്പരം ഓരോന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട തിംആൻ അഥവാ തുഫുവിന്റെ ഭാര്യ കുവായിയെ മോശമായി സംസാരിച്ചു കളിയാക്കി. ദേഷ്യം വന്ന കുവായ് അവളെ തല്ലുകയും തടയാൻ വന്ന ബാങ്ങിന്റെ തലയിൽ അബദ്ധത്തിൽ കുപ്പികൊണ്ടടിക്കുകയും ചെയ്തു. അതോടെ ബാങ് ബോധം കെട്ട് താഴെ വീണു. ആ പ്രശ്നവും അതോടെ ഒന്നടങ്ങി. അടുത്ത ദിവസം ഉച്ചയ്ക്ക് മുട്ടാറ്റിനെ അഥവാ ബോട്ടിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ശേഷം ബാങ് നേരെ തൂഫുവിന്റെ കടയിലേക്ക് പോയി. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഇന്നലെ രാത്രി കുവായിയെ പാർട്ടിക്ക് ക്ഷണിച്ചതിന് തിംആൻ ബാങ്ങിനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. കുവായി തന്നെ തല്ലിയപ്പോ തടയാൻ നോക്കാതിരുന്ന സ്വന്തം ഭർത്താവിനെയും അവൾ അധിക്ഷേപിച്ചു. ബാങ് സ്വന്തം മോഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഒരു കാമഭ്രാന്തനാണ് എന്ന മട്ടിൽ വരെ അവൾ പരസ്യമായി പറഞ്ഞു. ഭാര്യയുമായി വിവാഹമോചനം നേടിയ ശേഷം ബാങ് വേറെ വിവാഹം കഴിച്ചിരുന്നില്ല. എന്നിട്ടും എവിടെ നിന്നോ ഒരു കുഞ്ഞിനെയും കൊണ്ട് അയാൾ വീട്ടിലേക്ക് വന്നു. അതിനാൽ മുട്ടാറ്റ് അഥവാ ബോട്ട് എന്ന ആ കുട്ടി ബാങ്ങിന്റെ അവിഹിതത്തിലുള്ള കുട്ടിയല്ലേ എന്ന മട്ടിലും അവൾ സംസാരിച്ചു. മുട്ടാറ്റ് ബാങ്ങിന്റെ അനധികൃത മകളാണെന്ന കാര്യം ആ നാട്ടിൽ ഏവർക്കും അറിയുന്നൊരു രഹസ്യമായിരുന്നു. ബാങ് പക്ഷേ അത് നിഷേധിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. എന്നാൽ മുട്ടാറ്റ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അത് അത്രയും കേട്ടു. സത്യത്തിൽ പഗോഡയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു കുഞ്ഞായിരുന്നു അവൾ. ബാങ് അതിനെ വീട്ടിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ചെയ്തത്. ഈ കാലയളവിൽ ബാങ് ജോലി ചെയ്തിരുന്നത് ഹവ്വിന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് ബാങ്ങിന്റെ ശമ്പള ദിവസവുമാണ്. എന്നാൽ വീട് പുതുക്കി പണിത വകയിൽ ബാങ് ഹവ്വിന് കുറെ പണം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹൗ ബാങ്ങിന്റെ ശമ്പളം വെട്ടിക്കുറച്ചു. കടം തീർക്കാൻ അവനിപ്പോ താമസിക്കുന്ന വീടും വിറ്റ് ഏതെങ്കിലും ചെറിയ വീട്ടിലേക്ക് മാറാൻ വരെ ഹൗ ബാങ്ങിനോട് ആവശ്യപ്പെടുകയും ചെയ്തു.
അന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ മുട്ടാറ്റ് അമ്മായി പറഞ്ഞ ആ കടത്തിന്റെ കാര്യവും മറ്റും തന്റെ സഹോദരൻ വാനിനോട് പറഞ്ഞു. അത് കേട്ട് ദേഷ്യം വന്ന വാൻ നേരെ അമ്മായിയുടെ വീട്ടിലേക്ക് പോയി തന്റെ കയ്യിലെ പണമെടുത്ത് അച്ഛന്റെ കടം മുഴുവൻ വീട്ടി. പിന്നെ തിരികെ എത്തി ഇനി മുതൽ ഹവ്വിന് വേണ്ടി അച്ഛൻ ജോലി ചെയ്യാൻ പോകണ്ടെന്നും കുടുംബത്തെ നോക്കാൻ തനിക്കിപ്പോൾ പ്രാപ്തിയുണ്ടെന്നും അവൻ ബാങ്ങിനോട് പറഞ്ഞു. അന്ന് പാതിരാത്രിയിൽ കുവായ് ഒരു സംഘം ഗുണ്ടകളുമായി നേരെ ബാങ്ങിന്റെ വീട്ടിലേക്കെത്തി. തനിക്ക് വല്ല കടമുണ്ടെന്നും ബാങ് അത് വീട്ടാൻ സഹായിക്കണം എന്നുമാണ് അവൻ പറയുന്നത്. പക്ഷേ വാൻ അത് കേട്ട് അത് നടക്കില്ലെന്ന് തീർത്തു പറഞ്ഞു. ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നതിന്റെ പേരിൽ അവൻ പോലീസിനെ വിളിക്കാൻ പോലും തുനിഞ്ഞു. കുടുംബം കുവായിയെ സഹായിക്കാൻ തയ്യാറാകാത്തത് കണ്ടതിനെ തുടർന്ന് കൂടെ വന്ന ഗുണ്ടകൾ കുവായിയെ മർദ്ദിക്കുകയും അവന്റെ വിരൽ വെട്ടിയെടുക്കാൻ തുനിയുകയും ചെയ്തു. അത് കണ്ട് ബാങ്ങിന് സങ്കടം തോന്നി. അതോടെ തന്റെ സമ്പാദ്യം മുഴുവനെടുത്ത് തന്റെ സഹോദരന്റെ കടം വീട്ടാൻ അയാൾ കൊടുത്തു. ബാക്കി തുക ഈ മാസം അവസാനം തരാമെന്ന് കുവായിക്ക് വേണ്ടി ബാങ് വാക്കുകൊടുക്കുകയും ചെയ്തു. കുവായിയെ രക്ഷിക്കാൻ അച്ഛൻ ഇത്രയധികം സഹിക്കുന്നതും മറ്റും കണ്ട് വാനിന്റെ നിയന്ത്രണം വിടുന്നുണ്ടായിരുന്നു. അച്ഛനോടുള്ള അവന്റെ ദേഷ്യവും അതിരു കടന്നു. കുവായിയുടെ കടം വീട്ടാൻ പണം കണ്ടെത്താൻ അന്നു മുതൽ ബാങ് സാധനങ്ങൾ വീടാന്തരം എത്തിച്ചു കൊടുക്കുന്ന ഡെലിവറി ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി. അതേസമയം ബെല്ലി വാനിനടുക്കൽ ഒരു ഓഫർ കൊണ്ടുവന്നു. ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റിന്റെ ഓഫറാണ്. ആ അപ്പാർട്ട്മെന്റ് വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഒരു അപൂർവ അവസരം വന്നിരിക്കുന്നു. ഡൗൺ പേയ്മെന്റ് കൊടുത്ത് അതെടുത്താൽ വാനിനുറപ്പായും അതിന്റെ തവണകൾ അടിക്കാൻ പറ്റും. അക്കാര്യം ബെല്ലിക്ക് ഉറപ്പുണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ഏജന്റായ ബെല്ലി അത് വാങ്ങാൻ വാനിനെ നിർബന്ധിച്ചു. രാത്രി ഭക്ഷണത്തിനിടെ വാൻ അക്കാര്യം ബാങ്ങുമായി സംസാരിച്ചു. താൻ ഒരു ആഡംബര അപ്പാർട്ട്മെന്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ അച്ഛനെ അറിയിച്ചു. അങ്ങോട്ടേക്ക് കൂടെ വരാൻ അച്ഛനെ ക്ഷണിച്ചു. എന്നാൽ ബാങ്ങിന് അങ്ങോട്ട് മാറാൻ താല്പര്യമില്ലായിരുന്നു. ഫ്ളാറ്റിൽ താമസിക്കുന്നതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് അവരിരുവരും വന്ന് സംസാരിച്ചു. അവർ അപ്പോഴുള്ള പഴയ വീട് വിറ്റാൽ ആ പണം കൊണ്ട് കുവായുടെ കടം വീട്ടാമെന്നും ബാക്കിയുള്ള പണം കൊണ്ട് പുതിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമെന്നും വാൻ അച്ഛനടുക്കൽ പറഞ്ഞു. പക്ഷേ അപ്പാർട്ട്മെന്റിലെ ലിഫ്റ്റ് കേടായാൽ പടികൾ കയറേണ്ടി വരുമെന്നും അവിടുത്തെ രീതികൾ തനിക്ക് പ്രയാസമാകും എന്നും പറഞ്ഞ് ബാങ് അതിനെതിരെ നിൽക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും വാൻ അഡ്വാൻസ് തുക നൽകിയിരുന്നു എന്നറിഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ വാനിനൊപ്പം അപ്പാർട്ട്മെന്റിലേക്ക് മാറാൻ വാൻ സമ്മതിച്ചു. വൈകാതെ അവർ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് മാറി. വാൻ ഒരുക്കിയ മനോഹരവും ആധുനികവുമായ അപ്പാർട്ട്മെന്റിലേക്ക് ബാങ് പഴയ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അത് വാനിന് അല്പം അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു. എങ്കിലും അവനത് സഹിച്ചു. എന്നാൽ തന്റെ കുടുംബക്കാരെ ആരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കരുതെന്ന് വാനച്ചനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ബാങ് അതും തെറ്റിച്ചു. കുടുംബക്കാരെയും അങ്ങോട്ടേക്ക് ബാങ് ക്ഷണിച്ചിരുന്നു. വാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനൊരു ലക്ഷറി അപ്പാർട്ട്മെന്റ് മേടിച്ചതും മറ്റും കുടുംബക്കാരുടെ കണ്ണിൽ വലിയ സംഭവമായി മാറിയിരുന്നു. തിമ്മാൻ വാനിനടുത്തെത്തി സംസാരിച്ചു. അവൻ ഒരുപാട് പണമുണ്ടാക്കുന്നതിന്റെ പേരിൽ അവന് മുന്നിൽ അഭിമാനം പ്രകടിപ്പിച്ചു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ തന്റെ ബിസിനസ് വിപുലീകരിക്കാൻ വാനിന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങാനായിരുന്നു അവളുടെ ഉദ്ദേശം. അത് തിരിച്ചറിഞ്ഞതും വാൻ ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തിയപ്പോ മുറിക്കകത്തതാ കുവായിരിക്കുന്നു. അത് കണ്ട് അവൻ ഞെട്ടി. വീട് ചുറ്റിക്കാണാൻ ബാങ് പറഞ്ഞിട്ടാണ് താൻ മുറിയിൽ കയറിയത് എന്ന് കുവായ് പറഞ്ഞു. ദേഷ്യം വന്ന ബാങ് കുവായ്ക്കെതിരെ പ്രതിഷേധിച്ചു. വാൻ അതോടെ തന്നോട് മര്യാദകേട് കാണിച്ചു എന്ന് പറഞ്ഞ് മനസ്സ് വിഷമിച്ച് കുവായ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നിറങ്ങിപ്പോയി. അവൻ പോയ ശേഷം തന്റെ മുറിയിലുണ്ടായിരുന്ന പണം മുഴുവൻ കുവായ് മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് വാൻ പുറത്തു വന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അവന്റെ അമ്മാവനും അമ്മായിയും വാനിനെ കുറ്റപ്പെടുത്തുകയും അവൻ അഹങ്കാരിയാണ് എന്ന തരത്തിൽ സംസാരിക്കുകയുമായിരുന്നു ചെയ്തത്. മകനെ മര്യാദ പഠിപ്പിക്കാൻ അവർ ബാങ്ങിനോട് ആവശ്യപ്പെട്ടു. വാൻ ഇതൊക്കെ കേട്ട് ആദ്യം ക്ഷമിക്കാൻ ശ്രമിച്ചെങ്കിലും വാനിന് അമ്മയില്ലാത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനെയായത്, ഇങ്ങനെ പെരുമാറുന്നത് എന്ന് തിമ്മാൻ പറഞ്ഞപ്പോ അവന്റെ സഹി തന്നെ കെട്ടു. വാൻ പൊട്ടിത്തെറിച്ചു. അതോടെ ബന്ധുക്കൾ എല്ലാവരും അപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി. അവർ പോയ ശേഷം ബാങ് വാനുമായി വഴക്കിട്ടു. എപ്പോഴും എല്ലാ കാര്യത്തിനും താൻ മാത്രം എങ്ങനെ തെറ്റുകാരനാകുന്നു എന്നോർത്ത് വാൻ അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു. കുടുംബക്കാർ അച്ഛനോട് മോശമായി പെരുമാറുന്നത് കണ്ടു നിൽക്കാൻ അവന് കഴിയുമായിരുന്നില്ല. പക്ഷേ അവരൊക്കെ എത്ര ദേഷ്യപ്പെട്ടാലും അവർ സ്വന്തം കുടുംബമാണെന്നും പരസ്പരം താങ്ങേണ്ടവരാണെന്നുമായിരുന്നു ബാങ് പറഞ്ഞുകൊണ്ടിരുന്നത്. വാനിനെ നല്ല രീതിയിൽ വളർത്താൻ താനേറെ കഠിനാധ്വാനം ചെയ്തുവെന്നും എന്നാൽ ഇപ്പോ അവൻ വളർന്നു കഴിഞ്ഞപ്പോ മുതിർന്നവരോടിങ്ങനെ മോശമായിട്ടാണ് പെരുമാറുന്നതെന്നും പറഞ്ഞ് ബാങ് ദേഷ്യപ്പെട്ടു. സങ്കടം പ്രകടിപ്പിച്ചു. താനിവിടെ നിൽക്കില്ലെന്നും എന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണെന്നും അയാൾ ആ ദേഷ്യത്തിൽ പറഞ്ഞ് പുറത്തേക്ക് കടക്കാൻ തുടങ്ങി. വാതിൽ തുറന്നപ്പോ അപ്പാർട്ട്മെന്റിന്റെ വാതിലിൽ കാംലി ചെവി വെച്ച് കാര്യങ്ങൾ ഒറ്റ കേൾക്കുന്നത് അവർ കണ്ടു. ബാങ് പോയ ശേഷം കാംലി വാനിനോട് സംസാരിച്ചു. അവനെ ഉപദേശിച്ചു. മോനെ, എടാ, നീ അച്ഛന് കുറച്ച് സമയം കൊടുക്കണം. നീ ഇങ്ങനെ ജീവിതത്തിൽ വിജയിച്ചു വരാൻ തുടങ്ങിയിട്ട് 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങളും വന്നു. പക്ഷെ നിന്റെ അച്ഛൻ പതിറ്റാണ്ടുകളായി പഴയ ശീലങ്ങളുമായി ജീവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് മാറ്റം അത്ര എളുപ്പമായിരിക്കില്ല. നീ പോയി അച്ഛനോട് ക്ഷമ ചോദിക്ക്. നിനക്ക്
നിനക്കത് പ്രയാസമൊക്കെ ആയിരിക്കും, എന്നാലും നിന്റെ അച്ഛൻ അത് വലിയ ആശ്വാസമാകും. എന്തായാലും അങ്ങനെ ബാങ് മുട്ടാറ്റിനൊപ്പം അഥവാ ബോട്ടിനൊപ്പം തന്റെ പഴയ ജീവിതത്തിലേക്ക് പോയി. വെള്ളപ്പൊക്കവും അയൽക്കാരുടെ വഴക്കുകളും നിറഞ്ഞ ആ പഴയ വീട്ടിൽ, ആ പഴയ ചുറ്റുപാടിൽ അയാൾ പതിവ് പോലെ ജീവിക്കാൻ ആരംഭിച്ചു. അന്നൊരു ദിവസം ബോട്ടിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നപ്പോ വാനിന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് നാത്തൂന്മാർ ബാങ്ങിനോട് പരാതി പറഞ്ഞു. പക്ഷെ ബാങ് ആകട്ടെ അത് കാര്യമാക്കാതെ പുഞ്ചിരിക്കുക മാത്രമായിരുന്നു ചെയ്തത്. പിന്നീട് വീട്ടിലേക്കെത്തിയ ബാങ് കണ്ടത് ബോട്ട് ഒരു സ്ത്രീക്കൊപ്പം ഇരിക്കുന്നതായിരുന്നു. താനാണ് ബോട്ടിന്റെ അമ്മയെന്ന് ആ സ്ത്രീ അവകാശപ്പെട്ടു. അത് കേട്ടതും ബോട്ടിനോട് മുകളിലേക്ക് പോകാൻ പറഞ്ഞ ശേഷം ബാങ് ആ സ്ത്രീയോട് ദേഷ്യപ്പെട്ടു. അവൾ ഇത്രയും വലുതായ ശേഷമാണോ അവകാശവും പറഞ്ഞു വരുന്നത് എന്ന മട്ടിലായിരുന്നു ബാങ്ങിന്റെ ചോദ്യം ചെയ്യൽ. പക്ഷേ ആ സ്ത്രീ ബാങ്ങിന് മുമ്പിലേക്ക് 2 ഓപ്ഷൻസ് വെച്ചു. ഒന്നുകിൽ ബോട്ടിന്റെ സംരക്ഷണം തനിക്ക് വിട്ടുതരിക, അല്ലെങ്കിൽ തനിക്ക് പണം നൽകണം. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ താൻ എന്തെങ്കിലും ചെയ്യും എന്നവൾ ഭീഷണിപ്പെടുത്തി. ധൈര്യമുണ്ടെങ്കിൽ ചെയ്തു കാണിക്ക് എന്നായിരുന്നു ബാങ്ങിന്റെ വെല്ലുവിളി. വൈകാതെ മറ്റൊരു സ്ഥലത്ത് വാൻ ഒരു പ്രൊമോഷൻ ഷൂട്ടിലായിരുന്നു. ആ സമയത്ത് അവിടെയുള്ള സകല ജീവനക്കാരും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വീഡിയോയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. വാനിന്റെ അസിസ്റ്റന്റായ ഷാ ആ വീഡിയോ വാനിനെ കൊണ്ടു കാണിച്ചു. വീഡിയോയിൽ ബാങ്ങിന്റെ വീട്ടിൽ വന്ന അതേ സ്ത്രീയായിരുന്നു ഉണ്ടായിരുന്നത്. താനും വാനും പ്രണയത്തിലായിരുന്നുവെന്നും താൻ ഗർഭിണിയായപ്പോൾ വാൻ തന്നെ വഞ്ചിക്കുകയും കുഞ്ഞായ ബോട്ടിനെ തന്നിൽ നിന്ന് തട്ടിയെടുക്കുകയായിരുന്നുവെന്നും ആ വീഡിയോയിൽ അവൾ ആരോപിക്കുന്നുണ്ട്. വാൻ ബോട്ടിനെ സ്വന്തം മകളായി അംഗീകരിച്ചില്ലെന്നും മകളെ കൊണ്ടവൻ സഹോദര എന്നാണ് വിളിപ്പിച്ചിരുന്നതെന്നും അവൾ വീഡിയോയിൽ പറഞ്ഞു. വീഡിയോ കാരണം പരസ്യ പ്രൊജക്റ്റിൽ നിന്ന് വാനിനെ പുറത്താക്കണമെന്ന തരത്തിൽ ഭീഷണിയുണ്ടായി. ആ പെൺകുട്ടി തന്റെ മുൻകാമുകിയാണെന്നത് സത്യമാണെന്നും എന്നാൽ അവൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും വാൻ ഉടൻ പറഞ്ഞു. അവൾ പറയുന്നത് സത്യമാണെന്ന് തെളിഞ്ഞാൽ പിഴത്തുകയുടെ ഇരട്ടി താൻ നൽകാൻ തയ്യാറാണെന്നും അവൻ ആ പ്രൊജക്ട് ഡയറക്ടറോട് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ വാൻ ബാങ്ങിനെ വിളിച്ച് സംസാരിച്ചു. ബോട്ട് തന്റെ മകളാണെന്ന് ആ പെൺകുട്ടി പറയുന്നതിന്റെ കാരണം തിരക്കി. ആ സമയമാണ് ബാങ് അവരെ ഞെട്ടിക്കുന്ന ആ കാര്യം പറഞ്ഞത്. ബോട്ട് യാഥാർത്ഥ്യത്തിൽ വാനിന്റെ മകൾ തന്നെയാണ്. അത് കേട്ട വാൻ തകർന്നുപോയി. കാരണം മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് ബാങ് ദത്തെടുത്ത കുട്ടിയാണ് ബോട്ട് എന്നായിരുന്നു അവൻ അതുവരെ കരുതിയിരുന്നത്. ആ സത്യമറിഞ്ഞ് വാൻ പൊട്ടിക്കരഞ്ഞു. പിന്നീട് വാൻ ആ സ്ത്രീയെ കണ്ടുമുട്ടി. ബോട്ടിന്റെ അമ്മയെ. അന്ന് സംഭവിച്ച സത്യങ്ങൾ അപ്പോഴാണ് പൂർണ്ണമായി വെളിപ്പെട്ടത്. കുഞ്ഞുണ്ടായ ശേഷം കുഞ്ഞിനെ വാനിന് നൽകാൻ അവൾ വാനിന്റെ വീട്ടിൽ വന്നിരുന്നു. എന്നാൽ ആ സമയം വാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ കുഞ്ഞിനെ ബാങ്ങിനെ ഏൽപ്പിച്ചു. സത്യമൊക്കെ അറിയാമായിരുന്നിട്ടും ബാങ് ആ വിവരം വാനിൽ നിന്ന് മറച്ചുവെക്കുകയായിരുന്നു ചെയ്തത്. അതാകട്ടെ അവൾക്ക് അറിവുമുണ്ടായിരുന്നില്ല. നിലവിൽ സിനിമ മോഡലിംഗ് രംഗത്ത് വളരാൻ ശ്രമിക്കുന്ന അവൾക്ക് പ്രശസ്തിക്കായി ഒരു വിവാദം ആവശ്യമായിരുന്നു. വാനിപ്പോൾ പ്രശസ്തനായ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് അവൾ അതിനവനെ കരുവാക്കുകയായിരുന്നു ചെയ്തത്. തന്റെ ജീവിതം തകർന്നതിൽ വാൻ ആ യുവതിയുമായി ദേഷ്യപ്പെട്ടു. എന്നാൽ ആ സ്ത്രീ മനഃപൂർവ്വം അവനെ പ്രകോപിപ്പിക്കുകയായിരുന്നുവെന്ന് അവൻ മനസ്സിലാക്കിയതേയില്ല. താൻ ആക്രമിക്കപ്പെടുകയായിരുന്നു, താനാണ് ഇരയെന്ന് വരുത്തി തീർക്കാൻ അവൾ ആ രംഗങ്ങൾ ക്യാമറയിൽ പകർത്തി. ആ വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. അതോടെ വാനിന്റെ ഇമേജ് പൂർണ്ണമായി തകർന്നു. പിന്നീട് വീട്ടിലേക്കെത്തിയ വാൻ ബോങ്ങുമായി വലിയ രീതിയിൽ വഴക്കിട്ടു. അത്രയും വലിയൊരു സത്യം തന്നിൽ നിന്ന് മറച്ചുവെച്ചതിന് അവനച്ഛനെ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 6 വർഷമായി ബോട്ടിനെ അവൻ സ്വന്തം അനിയത്തിയായിരുന്നു കണ്ടിരുന്നത്. തന്റെ മകളാണവളെന്ന് അവൻ തിരിച്ചറിഞ്ഞതേയില്ല. അവനിപ്പോ അവന്റെ കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോ അച്ഛൻ സൂക്ഷിച്ച രഹസ്യം കാരണം ജീവിതം പോലും ഇല്ലാതാകുന്ന അവസ്ഥ. ബോട്ടിന്റെയും അവന്റെയും ഫീലിങ്സ് അച്ഛൻ പരിഗണിച്ചിട്ടില്ലെന്നും പെട്ടെന്നൊരു ദിവസം അവൾക്ക് അവളുടെ സഹോദരനെ അച്ഛനെന്നും അച്ഛനായി കരുതിയാളെ മുത്തശ്ശനെന്നും വിളിക്കേണ്ട അവസ്ഥയാണുള്ളത് എന്നും ദേഷ്യത്തിൽ വാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ബാങ്ങും തിരിച്ചടിച്ച് ദേഷ്യപ്പെട്ടു. ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് താൻ ചിന്തിച്ചില്ല എന്നത് സത്യമാണെന്നും എന്നാൽ താൻ ചെയ്തതെല്ലാം വാനിനു വേണ്ടിയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പ് കാമുകി ഉപേക്ഷിച്ചു പോയപ്പോ വാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ആ മുറിവൻ ഒരു ടാറ്റു കൊണ്ടാണ് മറച്ചിരിക്കുന്നത്. അവൻ മെച്ചപ്പെട്ടു വരുമ്പോ അവനോട് ഈ സത്യങ്ങൾ എങ്ങനെ പറയും എന്നായിരുന്നു ബാങ് ചോദിച്ചത്. അച്ഛനുമായി വലിയ വഴക്കുണ്ടാക്കിയ ശേഷം വാൻ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി. ബാങ് പിന്നീട് ബോട്ടിനോട് ക്ഷമ ചോദിക്കുകയും ഇനി മുതൽ തന്നെ മുത്തശ്ശനെന്ന് വിളിക്കാൻ ശീലിക്കണം എന്ന് പറയുകയും ചെയ്തു. ഇതിനിടെ കൊടുത്ത വാക്ക് പാലിക്കാൻ പ്രൊമോട്ട് ചെയ്ത ബ്രാൻഡിന് ഇരട്ടിത്തുക പിഴയായി നൽകേണ്ടി വരും എന്ന കാര്യം ഷാ വാനിനെ ഓർപ്പിച്ചു. ഒരു ഉച്ചയ്ക്ക് വാൻ ബെൻലിയെ കണ്ട് തന്റെ അപ്പാർട്ട്മെന്റ് എത്രയും വേഗം വിറ്റുതരണം എന്നാവശ്യപ്പെട്ടു. അതിനുശേഷം അവൻ വഴിയിൽ വെച്ച് ബാങ്ങിനെ കണ്ടുമുട്ടിയെങ്കിലും രണ്ടുപേരും ഒന്നും തന്നെ മിണ്ടിയില്ല. ഒരു രാത്രിയിൽ കടങ്ങൾ വീട്ടാൻ തന്റെ ഈ പഴയ വീട് വിൽക്കുന്നതാണ് നല്ലതെന്ന് ബാങ് ചിന്തിച്ചു. അവൻ ഹവ്വിനെ കണ്ട് വീടിനെത്ര തുക തരും എന്ന് തിരക്കി. അടുത്ത ദിവസം താൻ വീട് വിൽക്കുകയാണെന്നും തൊട്ടടുത്തുള്ള ഒരു ചെറിയ വാടക വീട്ടിലേക്ക് മാറുമെന്നും ബാങ് കാംലിയോട് പറഞ്ഞു.
ആ സമയം വാനും ഷായും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. വാനിന്റെ കടം വീട്ടാനായി വീട് വിറ്റ് കിട്ടിയ പണം ബാങ് ഷായുടെ കയ്യിൽ കൊടുത്തു. എന്നാൽ വാൻ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം സ്വന്തം കടവും അച്ഛന്റെ കടവും വീട്ടാൻ അവൻ അതിനകം തന്റെ അപ്പാർട്ട്മെന്റ് വിറ്റിരുന്നു. തുടർന്ന് വാൻ ബാക്കി പണം ബാങ്കിന് നൽകി. കുവായുടെ കടം വീട്ടാൻ ഇത് ഉപയോഗിക്കാനായി പറഞ്ഞു. അച്ഛൻ തന്നെ ഇത്രകാലം സ്നേഹത്തോടെ വളർത്തിയതിന് തനിക്ക് നൽകാൻ കഴിയുന്ന ചെറിയൊരു പ്രത്യുപകാരം മാത്രമാണിത് എന്ന് വാൻ വ്യക്തമാക്കി. എന്നാൽ ബാങ് ആ പണം വാങ്ങാൻ കൂട്ടാക്കിയില്ല. യൂട്യൂബ് വരുമാനം എപ്പോഴും കാണില്ലെന്നും നിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ആ പണം സൂക്ഷിക്കാനും ബാങ് പറഞ്ഞു. അച്ഛനും മകനും വഴക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. അവരങ്ങനെ വഴക്ക് നിർത്താത്തത് കണ്ട് പണവുമെടുത്ത് അവിടുന്ന് പോകാൻ കാംലി വാനിനോട് പറയുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം കാൻലി ബാങ്കിന് ഉപദേശം നൽകി. ബാങ് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തണം. അതായിരുന്നു കാംലി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ബാങ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കാംലിയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതും ബാങ് പെട്ടെന്ന് ബോധം കെട്ടു വീണു. ഉടൻ തന്നെ ബാങ്ങിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനയിൽ ബാങ്ങിന് വൃക്കരോഗം സീരിയസ് സ്റ്റേജിലാണെന്നും ഡയാലിസിസ് ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു. പക്ഷേ ആ വിവരം വാൻ ഉൾപ്പെടെ മറ്റാരെയും അറിയിക്കരുതെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ച കാംലിയോട് ബാങ് സത്യം ചെയ്തു വാങ്ങി. പക്ഷെ അത് ശരിയല്ലെന്ന് കാംലിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രഹസ്യമായി കാംലി വാനിനോട് ആ കാര്യങ്ങൾ പറഞ്ഞു. രോഗവിവരം അറിഞ്ഞതും അതും മറച്ചുവെച്ചതിന് വാൻ അച്ഛനടുക്കലെത്തി ദേഷ്യപ്പെട്ടു. ബാങ്ങിന് ഡയാലിസിസ് ചെയ്യാൻ സമയം കഴിഞ്ഞുപോയെന്നും വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഏക മാർഗമെന്നുമായിരുന്നു കാംലി പറഞ്ഞത്. താൻ വൃക്ക നൽകാം എന്ന് വാൻ പറഞ്ഞെങ്കിലും ബാങ് അത് തീർത്തും നിരസിച്ചു. മാത്രമല്ല വാൻ നിലവിലൊരു പേസ് മേക്കർ ഉപയോഗിക്കുന്ന ആളായതിനാൽ വലിയൊരു ശസ്ത്രക്രിയ അവന്റെ ജീവന് തന്നെ അപകടമായിരിക്കും എന്നും ബാങ് പറയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഏതൊരാളും എന്നെങ്കിലും മരിക്കും, എന്റെ സമയമായിട്ടുണ്ടാകാം എന്നായിരുന്നു ബാങ് വ്യക്തമാക്കിയത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വളരെ ചെലവേറിയതാണെന്നും ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ ുണ്ടെന്നും പറഞ്ഞ് വാനിനെ സമാധാനിപ്പിക്കാൻ ബാങ് ശ്രമിച്ചുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ ബോട്ടിനെ നന്നായി നോക്കണമെന്നും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ബാങ് വാനിനെ ഉപദേശിക്കുകയും ചെയ്തു. വാനും മറ്റും എത്ര നിർബന്ധിച്ചിട്ടും ശസ്ത്രക്രിയ വേണ്ടെന്ന് ബാങ് ഉറച്ചു നിന്നു. പിറ്റേന്ന് ബാങ്ങിന് വൃക്ക ദാനം ചെയ്യാൻ വാൻ പോയി ബെൻലിയോട് അപേക്ഷിച്ചു. പക്ഷേ ബാങ്ങിന്റെ സഹോദരി ഹൗ അതിന് സമ്മതിച്ചില്ല. ശസ്ത്രക്രിയയുടെ ചിലവ് മുഴുവൻ താൻ വഹിക്കാം എന്നായിരുന്നു ഹൗ പറഞ്ഞത്. കാര്യങ്ങൾ കേട്ടുനിന്ന സഹോദരൻ തൂഫു തന്റെ വൃക്ക നൽകാൻ ആഗ്രഹിച്ചെങ്കിലും അവന്റെ ഭാര്യ അതിനെ പരിഹസിക്കുകയായിരുന്നു ചെയ്തത്. രണ്ടു വൃക്കയുള്ളപ്പോൾ തന്നെ അവരുടെ ജീവിതം കഷ്ടപ്പാടിലാണെന്നും ഇനിയൊരു വൃക്ക മാത്രമായാൽ ജീവിക്കാൻ പോലും കഴിയില്ല എന്നായിരുന്നു തൂഫുവിന്റെ ഭാര്യ പറഞ്ഞത്. ഒടുവിൽ വൃക്കദാനം ചെയ്യാൻ മുന്നോട്ട് വന്നത് കുവായി ആയിരുന്നു. ആകസ്മികമായി ഡോക്ടറുടെ പരിശോധനയിൽ കുവായുടെ വൃക്ക ബാങ്ങിന് അനുയോജ്യമാണ് എന്ന് തെളിഞ്ഞു. എന്നാൽ തൊട്ടു പിന്നാലെ കുവായ്ക്ക് കടക്കാരുടെ ഫോൺ കോൾ വന്നു. തന്റെ അച്ഛനെ എങ്ങനെ സഹായിക്കുന്നതിന് പിന്നിൽ കുവായ്ക്ക് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടാകുമോ എന്ന് വാൻ സംശയിച്ചു. അതോടെ അങ്കിളിന്റെ കടം വീട്ടാൻ വാൻ പണം നൽകാൻ തീരുമാനിച്ചു. അങ്കിളിനോടൊരു കടപ്പാടും വെക്കാൻ അവൻ ആഗ്രഹിച്ചതേയില്ല. പുതിയ വീട്ടിൽ വെച്ച് ബാങ് വാനിന്റെ മുമ്പിൽ വെച്ച് കുവായിയെ പ്രശംസിച്ചു. വാൻ എപ്പോഴും വഴക്കിട്ടിരുന്ന അവന്റെ അങ്കിൾ അവന്റെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ ഇതാ മുന്നോട്ട് വന്നിരിക്കുന്നു. അതിശയകരമായ കാര്യമല്ലേ? വാനിനെ കളിയാക്കുക കൂടിയായിരുന്നു ബാങ്ങിന്റെ ലക്ഷ്യം. വാൻ പോകുന്നതിന് മുമ്പ് ബാങ് വാനിനോട് പറഞ്ഞു, അവൻ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം, ബോട്ടിന് നീ ഒരു നല്ല അച്ഛനാവണം. തന്റെ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യാൻ വാൻ ശ്രമിച്ചു. ബോട്ടിനോട് വാനിനെ അച്ഛ എന്ന് വിളിച്ചു തുടങ്ങാനും ബാങ് ആവശ്യപ്പെട്ടു. ബാങ് പിന്നാലെ കുവായിയെ വിളിച്ച് വൃക്കദാനം ചെയ്യുന്നതിന് നന്ദി പറഞ്ഞു. തന്റെ കയ്യിൽ പണമില്ലായിരുന്നുവെങ്കിലും 2 വൃക്കകൾ ഉണ്ടായിരുന്നുവെന്നും അതിലൊന്ന് സഹോദരന് നൽകാൻ കഴിഞ്ഞല്ലോ എന്നുമായിരുന്നു കുവായി പറഞ്ഞത്. കുടുംബത്തിൽ ബാങ് മാത്രമാണ് തന്നെ അതുവരെ ഒരു മനുഷ്യനായി പരിഗണിച്ചിട്ടുള്ളതെന്നും അതുകൊണ്ടാണ് താങ്കളെ സഹായിക്കാൻ തനിക്കൊരു മടിയൊന്നും വരാത്തത് എന്നും കുവായി കൂട്ടിച്ചേർത്തു. അതിനുശേഷം ഇത്രയും കാലം തന്നോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും ബാങ് കാംലിയോട് നന്ദി പറഞ്ഞു. താൻ അവളെ സ്നേഹിച്ചിരുന്നുവെന്നും കാംലിയെ വിവാഹം കഴിക്കാതിരുന്നതിന്റെ ഒരേ ഒരു കാരണം തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളായിരുന്നുവെന്നും ബാങ് വ്യക്തമാക്കി. കാംലിക്ക് സങ്കടവും ദേഷ്യവും വന്നിരുന്നു. ബാങ് അത്രയും നാളും അത് പറയാതിരുന്നതിലും പ്രവർത്തിക്കാതിരുന്നതിലുമുള്ള ദേഷ്യം അവർ ബാങ്ങിനോട് പങ്കുവച്ചു. പിന്നാലെ എല്ലാവരോടും തന്റെ പ്രണയം വിളിച്ചു പറയാൻ അവൾ ബാങ്ങിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ബാങ് ബാൽക്കണിയിലേക്ക് പോയി കാംലിക്കൊപ്പം അവരുടെ തെരുവിനോട് തങ്ങൾ പ്രണയത്തിലാണെന്ന് വിളിച്ചു പറഞ്ഞു. ഒരുപക്ഷെ അവർക്ക് പരസ്പരം കാണാൻ കഴിയുന്ന അവസാന ദിനമായിരിക്കാം അത് എന്ന് കരുതിയായിരുന്നു അയാൾ അങ്ങനെ ചെയ്തത്.
മറ്റൊരു സ്ഥലത്ത് വെച്ച് ഒരു കൂട്ടം ഗുണ്ടകൾ കുവായിയെ പിന്തുടരുകയാണ്. കടം വാങ്ങി തിരികെ കൊടുക്കാത്തതിന്റെ പേരിൽ അവർ കുവായിയെ ആക്രമിച്ചു. കുവായിയുടെ പുറത്ത് കുത്തേറ്റു. താഴെ വീണ കുവായി അവിടെ കിടന്ന് പിടഞ്ഞു മരിച്ചു. കുവായിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും ഹവ്വിന്റെ വീട്ടിൽ ഒന്നിച്ചുകൂടി. വലിയ ദുഃഖത്തിനിടയിലും ബാങ്ങിന് വൃക്ക മാറ്റിവെക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് വാൻ സംസാരിച്ചു. കുവായിക്ക് പകരം താൻ വൃക്ക നൽകുമെന്ന് വാൻ തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അത് വീണ്ടും തർക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കും കടന്നു. മകനിൽ നിന്ന് വൃക്ക സ്വീകരിക്കില്ലെന്നായിരുന്നു ബാങ് ശാഠ്യം പിടിച്ചത്. സ്വന്തം മക്കളെയും മറ്റുള്ളവരെയും സ്നേഹിക്കുകയും അവർക്കായി ജീവിക്കുകയും ചെയ്യുന്ന, എന്നാൽ കുടുംബത്തിൽ നിന്ന് അതേ സ്നേഹം തിരികെ സ്വീകരിക്കാൻ മനസ്സിലാത്ത സ്വാർത്ഥനാണ് അച്ഛനെന്ന് അത് കണ്ട് വാൻ വിളിച്ചു പറഞ്ഞു. വീട്ടിലെത്തിയ ശേഷം അച്ഛനെ നന്നായി നോക്കണമെന്നും വാനിനെ ഒരു സഹോദരനായല്ല അച്ഛനായി സ്നേഹിക്കാൻ ശ്രമിക്കണമെന്നും ബാങ് ബോട്ടിനെ ഉപദേശിച്ചു. അന്ന് രാത്രി മുതൽ അച്ഛനൊപ്പം ഉറങ്ങാൻ അദ്ദേഹം ബോട്ടിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ വാൻ ബാങ്ങിനെ തിരക്കിയെങ്കിലും അദ്ദേഹം അതിനോടകം വീട് വിട്ടുപോയിരുന്നു. ബാങ് എങ്ങോട്ടാണ് പോയതെന്നറിയാതെ കുടുംബം പരിഭ്രാന്തരായി. എന്നാൽ ബാങ് അതിനോടകം ഒരു ബസ്സിൽ കയറി തന്റെ മരണം തനിച്ച് നേരിടാൻ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലെ പഗോഡയിലേക്ക് യാത്രയായിരുന്നു. അവിടെ എത്തിയ അദ്ദേഹം സ്വന്തമായി ഒരു ശവപ്പെട്ടി ഓർഡർ ചെയ്തു. ബലിപീഠത്തിൽ വെക്കാൻ സ്വന്തം ചിത്രമെടുക്കുകയും ചെയ്തു. അതേസമയം വാൻ അച്ഛനായി തിരച്ചിൽ തുടരുകയാണ്. അവൻ ബോട്ടിനെ പരിചരിക്കാനും അപ്പോഴേക്കും പഠിച്ചു കഴിഞ്ഞിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായ വിവാദങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വാൻ ഒരു തത്സമയ ലൈവ് സ്ട്രീം ആരംഭിച്ചു. ആ ലൈവ് സ്ട്രീം തുടരുമ്പോൾ അവൻ ഒരു നിമിഷത്തേക്ക് മാറി. ആ സമയം അവന്റെ മകളായ ബോട്ട് സ്ട്രീം ഏറ്റെടുക്കുകയും തന്റെ മുത്തച്ഛനെ കണ്ടെത്തിത്തരാൻ പ്രേക്ഷകരോട് അപേക്ഷിക്കുകയും ചെയ്തു. താൻ വരച്ചൊരു ചിത്രം കാണിച്ചായിരുന്നു ബോട്ട് അത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങോട്ടേക്ക് വന്ന വാൻ ആ ചിത്രം വാങ്ങി. പിന്നാലെ അച്ഛന്റെ ഒറിജിനൽ ഫോട്ടോ കാണിക്കാനുള്ള ചിന്ത വന്നു. അപ്പോഴാണ് അച്ഛന്റെ ഒരു ചിത്രമോ തങ്ങൾ ഒരുമിച്ചുള്ള ചിത്രമോ തന്റെ പക്കലില്ലെന്ന് അവൻ തിരിച്ചറിയുന്നത്. എന്തായാലും അവൻ വീണ്ടും ലൈവ് സ്ട്രീം തുടർന്നു. 6 വർഷമായി തന്റെ അച്ഛൻ തന്നിൽ നിന്നും മറച്ചുവെച്ച സ്വന്തം കുഞ്ഞാണ് ബോട്ടെന്ന് അവൻ പ്രേക്ഷകരോട് പറഞ്ഞു. തുടർന്നവൻ ബാങ്ങിനെ കുറിച്ച് സംസാരിച്ചു. സാധാരണയായി അവന്റെ സബ്സ്ക്രൈബർമാരാണ് അവന് വെല്ലുവിളികൾ നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ വാൻ അവർക്കൊരു വെല്ലുവിളി കൊടുത്തു. സ്വന്തം അച്ഛനോടൊപ്പം ഒന്നിച്ചൊരു ഫോട്ടോ എടുത്ത് അവസാന നിമിഷം ആലോചിച്ചു നോക്കാനായിരുന്നു വാൻ അവരോട് പറഞ്ഞത്. കൂട്ടത്തിൽ തനിക്കത് ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല എന്നും അവൻ പറഞ്ഞു. അച്ഛനോടൊപ്പം അന്നേ വരെ ഒരു ഫോട്ടോ പോലും അവൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. താൻ ചെയ്ത തെറ്റുകൾ കാരണം ലോകം തന്നെ വെറുക്കുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. ഈ തത്സമയ സംപ്രേക്ഷണം ബാങ് കാണുന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്റെ തെറ്റുകൾക്ക് മുഴുവനായും എണ്ണി അവൻ അച്ഛനോട് മാപ്പ് ചോദിച്ചു. താനാണ് ബോട്ടിന്റെ അച്ഛനെങ്കിലും കഴിഞ്ഞ 6 വർഷമായി അവൾക്ക് അച്ഛനായിരുന്നത് ബാങ്ങാണ് എന്നവൻ പറഞ്ഞു. ബോട്ടിന് നല്ലൊരു അച്ഛനാകാൻ തനിക്ക് അച്ഛനിൽ നിന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അവൻ ആ ലൈവ് സ്ട്രീമിൽ പറഞ്ഞു വെച്ചു. യാഥാർത്ഥ്യത്തിൽ ബാങ് ഈ ലൈവ് സ്ട്രീം മറ്റൊരിടത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു. തന്റെ മകന്റെ വാക്കുകളും അവൻ പറഞ്ഞ കാര്യങ്ങളും പൂർണ്ണമായും ബാങ് കേട്ടു. അതുകൊണ്ട് തന്നെ തന്റെ മകന്റെ മനസ്സും അവന്റെ മനംമാറ്റവുമെല്ലാം തിരിച്ചറിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ബാങ് തീരുമാനിച്ചു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം കുടുംബാംഗങ്ങളെല്ലാം ആശുപത്രിയിൽ ഒന്നിച്ചുകൂടിയിരുന്നു. ഒടുവിൽ വാനിൽ നിന്ന് വൃക്ക സ്വീകരിക്കാൻ ബാങ് സമ്മതിച്ചു. അന്ന് തന്നെ അവർ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. തിയേറ്ററിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. മകന്റെ വൃക്ക അച്ഛൻ സ്വീകരിക്കാൻ പോകുന്നു. പക്ഷെ വാനിനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ തനിക്കായി ചെയ്ത ത്യാഗങ്ങളും മറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നും തന്നെയായി അനുഭവപ്പെട്ടിരുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോകാൻ വൈകിയെന്ന് പറഞ്ഞ് ബോട്ട് വാനിനെ വിളിച്ചുണർത്തി. പിന്നാലെ പുറത്തേക്ക് വന്ന് അവൻ അവിടെ ഒരു കസേരയിലിരുന്ന് മുമ്പിലിരിക്കുകയായിരുന്ന അച്ഛനടുക്കൽ സംസാരിച്ചു. അച്ഛൻ തനിക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും വാൻ അച്ഛനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നാലെ ബോട്ട് വന്ന് വാനിനെ വിളിച്ചു. അപ്പോഴാണ് അവൻ റിയാലിറ്റിയിലേക്ക് ഉണരുന്നത്. ആ സമയമാണ് ഒരു കാര്യം വ്യക്തമാക്കുന്നതും. യാഥാർത്ഥ്യത്തിൽ സർജറിക്ക് ശേഷം കോംപ്ലിക്കേഷനുകൾ കാരണം ബാങ് ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അച്ഛനോടെന്ന പോലെ വാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അച്ഛന്റെ സ്മരണാഞ്ജലി ചിത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ടായിരുന്നു. വാനിന്റെ ജീവിതം അച്ഛന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ടൊഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.